മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയാണെങ്കിൽ ആ കട നമ്മുടെ ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് എല്ലാം കാണിച്ചൊക്കെ കൊടുക്കാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. അവസാനം സച്ചി കാശിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാന്ന് പറയുമ്പം സച്ചി അവോയ്ഡ് ചെയ്തുകൊണ്ട് ശ്രുതി പറയാണ്, ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, സച്ചി ഇതിൽ ഇടപെടണ്ടായെന്നും പറഞ്ഞിട്ട് ശ്രുതിയെയും കൂട്ടി ശ്രുതി അകത്തേക്ക് പോകുന്നുണ്ട്. തനിക്ക് ആകെപ്പാടെ മാനക്കേടും നാണക്കേടായിട്ട് നിൽക്കുകയാണ് സച്ചി. അങ്ങനെ സച്ചിക്ക് മനോവിഷമമാണെങ്കിൽ പോലും ശ്രുതിക്ക് നല്ലൊരു ഒരു ബിസിനസ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ തൻ്റെ അച്ഛൻ്റെ പണമാണിതെന്ന് സച്ചി അറിയുന്നില്ലല്ലോ. അങ്ങനെ അവരുടെ ബിസിനസ്സൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രുതിയും കൂടെ നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് കടയുടെ ആ ഓണർ ആണെങ്കിൽ സച്ചിയെ വിളിപ്പിക്കുന്നുണ്ട്. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഒരു പ്രശ്നവും ഇല്ല, അവര് ക്യാഷ് ഫുള്ളായിട്ട് തന്നു, പിന്നെ ബാക്കിയുള്ളതൊക്കെ ക്രെഡിറ്റിലും ലോണിലും ആക്കി ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പുറത്താണെങ്കിൽ പോലും ഈ ഒരു വിലയ്ക്ക് ഞാൻ ഈ ഒരു കട വിൽക്കണമെങ്കിൽ നല്ലൊരു ശതമാനം കമ്മീഷൻ ഞാൻ കൊടുക്കണം. അതെന്തായാലും ഈ കച്ചവടത്തിലും ഞാൻ ഉപേക്ഷിക്കുന്നില്ല, തനിക്ക് ഞാൻ തരാമെന്ന് പറയുമ്പം സച്ചി പറയാണ്, അയ്യോ സാറേ എനിക്ക് വേണ്ട, അതെന്റെ ചേട്ടനല്ലേ, ഞാൻ എങ്ങനാ അതൊക്കെ വാങ്ങിച്ച് തന്നെ കുടുംബത്തിൽ വലിയ പ്രശ്നമാകും. ഞാൻ ആ കമ്മീഷന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് അവർ പറയുള്ളൂ, അതുകൊണ്ട് വേണ്ട. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, തന്നെ പോലെ പരോപകാരി ഒരാളെ അവർ മനസ്സിലാക്കുന്നില്ലെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അന്നത്തെ ആ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ നിന്നും തന്നോട് അവർക്കുള്ള ദേഷ്യമെല്ലാം മനസ്സിലായി. പക്ഷെങ്കിൽ ഒരു അവസരം വന്നപ്പോൾ തൻ്റെ ചേട്ടന് വേണ്ടി അത് തിരഞ്ഞെടുത്ത താന് നല്ല മനസ്സുള്ള ആളാ. വെറും ഒരാളായ എന്നോട് തനിക്കുണ്ടായ കൺസേണും എനിക്ക് മനസ്സിലായി എന്നൊക്കെ സച്ചിയോട് പറയുന്നുണ്ട്. സച്ചി പറയാണ്, സാറേ നമുക്ക് എന്നും ഈ കടപ്പാടും ഈ സ്നേഹമൊക്കെയല്ലേ നിലനിൽക്കുള്ളൂ, അല്ലാതെ കാശും പണമൊന്നും ഒരിക്കലും നിലനിൽക്കില്ലല്ലോ എന്ന് പറയുമ്പം താൻ പറഞ്ഞത് ശരിയാ. എന്തായാലും ഞാൻ ഇവിടുന്ന് പോകാൻ പോവാ. എൻ്റെ ബാങ്കില് കുറെ ക്യാഷ് ഉണ്ട്. ഇനി ജീവിതകാലം മുഴുവനും മക്കളുടെ കൂടെ താമസിക്കാൻ പോവാണല്ലോ. ഏത് സമയത്താണ് അവർക്ക് നമ്മൾ ബാധ്യതയാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ക്യാഷൊക്കെ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കാം. അങ്ങനെ അവിടെ പോയിട്ട് അവരുടെ ചിലവിൽ ജീവിച്ചാലും ഒരവസരത്തിൽ അവർക്കത് ബാധ്യത തോന്നുമ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് നാട്ടിലേക്ക് തിരിച്ചു വരാമല്ലോ എന്ന് പറയുന്നുണ്ട്. അയ്യോ അങ്ങനൊന്നും ഉണ്ടാവില്ല സാർ, സാറിന്റെ മക്കള് ആഗ്രഹിച്ച് വിളിക്കുന്നല്ലേ, അങ്ങനൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പിന്നെ നമ്മൾ ഏതൊരു കാര്യത്തിനും ഒരു മുൻകരുതൽ വേണം. അതുകൊണ്ടാ ഞാനും ഭാര്യയും എന്തായാലും അങ്ങോട്ടേക്ക് പോവാണ്. ഈ ആഴ്ച തന്നെ പോകും. അതിനു മുമ്പായിട്ട് തന്നെ കണ്ടത് ചെയ്യണമെന്നാണ് എൻ്റെ ഭാര്യ പറയുന്നത്. അന്ന് തന്നെ എനിക്ക് മറ്റുള്ളവർക്ക് ആ കട കൊടുക്കേണ്ടി വന്നാൽ ഇതിന്റെ പകുതി പണം പോലും എനിക്ക് കിട്ടില്ലായിരുന്നു. ഒരുപാട് നഷ്ടം വന്നേനെ. അത് മാത്രമല്ല അവരെ പോലുള്ള ഫ്രോഡായ ആളുകളൊക്കെ ഈ കട വാങ്ങിച്ചാൽ അതിന്റെ സൽപ്പേരും അതിന്റെ എല്ലാം ഇതും നഷ്ടപ്പെടുത്തിയാനെ. താനെന്ന് വന്നോണ്ടാ തന്നെപ്പോലെ ഒരാളുടെ വീട്ടിലേക്ക് ഈ ഒരു കച്ചവട സ്ഥാപനം എത്തിയത്. തന്റെ ചേട്ടനാണെങ്കിലും താനുള്ളത് കൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. ഈ കടയുടെ സൽപ്പേര് നശിപ്പിക്കില്ലെന്ന് എനിക്കറിയാം. ഒരുപാട് കാലം കൊണ്ട് എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സൽപ്പേരായെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. സച്ചി പറയാണ്, സാർ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, എൻ്റെ ചേട്ടനാണെങ്കിൽ നല്ല പഠിത്തവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്. എങ്കിലും വിവരത്തില് കുറച്ച് പുറകോട്ടാ. പക്ഷെ അതില് ഡബിൾ സ്ട്രോങ്ങാ അദ്ദേഹത്തിന്റെ ഭാര്യ. എൻ്റെ ഏട്ടത്തി നല്ല കഴിവാ, എല്ലാ കാര്യവും മാനേജ് ചെയ്യാനൊക്കെ മിടിക്കുക. അതുകൊണ്ട് അവർ ഉള്ളിടത്തോളം കാലം ഒരബദ്ധം പറ്റില്ല, സാറ് പേടിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള സച്ചി പണം വാങ്ങിക്കണമെന്ന് പറയുമ്പം അയ്യോ സാറേ, ഞാൻ പറഞ്ഞല്ലോ അത് ശരിയാവില്ല, ഒന്നും ശരിയാവാനില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുറത്തൊരാൾക്കാണെങ്കിൽ ഈ ഒരു സാധനം വിറ്റിരുന്നെങ്കിൽ ഇതിന്റെ 4 പണം പോലും എനിക്ക് കിട്ടില്ലായിരുന്നു. സച്ചി ഇടപെട്ടത് കൊണ്ടാണ് എനിക്ക് ഈ പണം കിട്ടിയതും എൻ്റെ സ്ഥാപനത്തിന് നല്ലൊരു മൂല്യം ഉണ്ടായതും. അതുകൊണ്ട് സച്ചി ഇത് വാങ്ങണം, ഇതെൻ്റെ ഒരു സന്തോഷമായിട്ട് കണക്കാക്കിയാൽ മതി എന്ന് പറയുമ്പം സച്ചി പറയണം, അയ്യോ സാർ വേണ്ട, ഇതും കൊണ്ട് ഞാൻ പോയാല് ഞാൻ അവരുടെയൊക്കെ മുമ്പിൽ നാണം കിടേണ്ടി വരും. ഇല്ല സച്ചി, ഒരിക്കലും ഉണ്ടാവില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. അയ്യോ സാർ എനിക്ക് വേണ്ട, ഇത് ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈകുന്നേരം എല്ലാവരും ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഹാളിലിരിക്കായിരിക്കും. ഈ സമയത്താണ് അയാൾ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ആ കടയുടെ ഉടമസ്ഥനാണ് കേട്ടോ. അങ്ങോട്ടേക്ക് വന്നിട്ട് സച്ചി എവിടെയെന്ന് ചോദിക്കുമ്പം സച്ചി പറയണം, ആഹാ സാറോ, ഞാനിവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി ഇതിന് ചോദിക്കുകയാണ്, എന്താ സാർ, എന്തെങ്കിലും കാര്യം സംസാരിക്കാനാണോ? നമ്മൾ ഫയലെല്ലാം ഓക്കെ ആക്കിയതാണല്ലോ, എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്താണല്ലോ എന്ന് പറയുമ്പം അയ്യോ ഞാൻ കടയുടെ കാര്യത്തിന് വന്നല്ല, ഞാൻ സച്ചിയെ കാണാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. സച്ചി പറയാണ്, എന്താ സാർ കാര്യം എന്ന് ചോദിക്കുമ്പം അതെ വേറൊന്നും അല്ല, എല്ലാവരും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്.
കുറെ റൗഡികൾ വന്ന് എന്റെ കട അവര് തുച്ഛമായ വിലയ്ക്ക് മേടിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് എന്നെ സഹായിച്ചത് സച്ചിയാ. സച്ചിയുടെ ചേട്ടനൊക്കെ നല്ലൊരു ബിസിനസ് സ്ഥാപനം ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. 19 വർഷത്തെ എന്റെ എക്സ്പീരിയൻസ് ആണ് ആ കട. ആ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ വളർത്തിയെടുത്ത സൽപ്പേരാണ് ആ കടയ്ക്കുള്ളത്. അതുകൊണ്ട് നീ ഒരിക്കലും ആ കട തോറ്റുകൊല്ലെന്ന് എനിക്ക് ഉറപ്പായെന്ന് സുധിയോട് പറയുന്നുണ്ട്. ഇതിനെല്ലാം കാരണക്കാരൻ സച്ചിയ. 2 കൂട്ടർക്കും യാതൊരു നഷ്ടമില്ലാതാണ് അവൻ ഈ കച്ചവടം ഉറപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇവൻ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവനാണ്. എന്റെ ഭാര്യയുടെ ആഗ്രഹമാണ് ഞാനിപ്പോ ചെയ്യാൻ പോണത്. എന്താ സാറെന്ന് രവി ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല, ദാ ഇതൊരു 10 ലക്ഷം രൂപയുടെ ക്യാഷ് ചെക്കാണ്. ഇത് ഞാൻ സച്ചിക്ക് കൊടുക്കാൻ പോവാണെന്ന് പറയുന്നുണ്ട്. സച്ചി പറയാണ്, അയ്യോ സാർ എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇത് കമ്മീഷനായിട്ട് കൂട്ടണ്ട, എന്റെ ഒരു സ്നേഹോപകാരമായിട്ട് കൂട്ടിയാൽ മതി. കാരണം എന്റെ ബിസിനസ് സ്ഥാപനം നല്ല കൈകളിലേക്ക് എത്തിച്ചതിനും എന്നെ ആ റൗഡുകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തിയതിനും നല്ലൊരു മൂല്യം എന്റെ കടയ്ക്ക് നൽകിയതിനുമുള്ള തന്റെ പ്രതിഫലമാണ്. അങ്ങനെ മാത്രം കണക്കാക്കിയാൽ മതി, അല്ലാതെ ഇതിനാരും മറ്റൊരു പേര് കണക്കാക്കേണ്ട കാര്യമില്ല എന്നും അയാൾ പറയുന്നുണ്ട്. അപ്പോഴേക്ക് രേവതി, അയ്യോ സാർ അതിന്റെ ആവശ്യമില്ലെന്ന് പറയുമ്പം അതൊന്നും പറയണ്ട മോളെ, ഇത് നിന്റെ ഭർത്താവിന് അർഹതപ്പെട്ട കാശ, അതാണ് അവന് കിട്ടിയത്. എന്തായാലും നാളെ ഞാൻ അമേരിക്കയ്ക്ക് പോവാണ് എന്നും പറഞ്ഞിട്ട് അവിടുന്ന് പോകുമ്പം രേവതി പറയാണ്, സാർ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാം. അതൊന്നും വേണ്ട, അതിനുള്ള സമയമില്ല, നാളെ പോകാനുള്ളതെല്ലാം പാക്ക് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതിക്കും വല്ലാണ്ടായി നിൽക്കാണ്. വർഷ പറയുന്നുണ്ട്, സച്ചേട്ടന്റെ മനസ്സുപോലെ തന്നെയാ കാര്യങ്ങൾ നടക്കുന്നത്. കണ്ടോ, സ്വന്തം ചേട്ടന് വേണ്ടി അത്ര നല്ലൊരു കാര്യം ചെയ്തു. ആരാന്ന് പോലും അറിയത്തില്ലാത്ത ആൾക്ക് വേണ്ടിയും അത്രയും ഉപകാരം ചെയ്തതുകൊണ്ടാ ഈ ഒരു പ്രതിഫലം കിട്ടിയെന്ന് വർഷ പറയുന്നുണ്ട്. ശ്രീകാന്തും അതിനെ ശരിവെക്കാണ്. ചന്ദ്ര പറയാണ്, ഇവനെ അയാളുടെ പോയി കെഞ്ചി ചോദിച്ച് മേടിച്ചതായിരിക്കും. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമേ സച്ചേട്ടനില്ല. ഇപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞത് കേട്ടതാണല്ലോ, അദ്ദേഹത്തിന് കൊടുത്തൊരു പ്രതിഫലമാണ് ഇതെന്ന്. അതുകൊണ്ട് ആരും എന്നെ സച്ചേട്ടനെ കൂടുതൽ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ വരണ്ടെന്നും രേവതി പറയുന്നുണ്ട്. രവീന്ദ്രൻ പറയാണ്, എന്റെ മകന്റെ മനസ്സിന്റെ നന്മയ്ക്ക് കിട്ടിയ പ്രതിഫലമാണത്. അതുകൊണ്ട് ആരും അതിനെ വില കുറച്ചൊന്നും കാണണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എടാ അതിന്റെ പകുതി എനിക്കിങ്ങത്താ, കാരണം ഞാൻ കട വാങ്ങിച്ചോടല്ലേ നിനക്കത് കിട്ടിയത്. അപ്പോഴേക്കും സച്ചി ചോദിക്കാണ്, എടാ നാണമില്ലടാ നിനക്ക്, ഇത്രയും ചുളുവിലേക്ക് നിനക്ക് ആ കട കിട്ടിയില്ലേ? അത്രയും നല്ലൊരു കട ഈ ഒരു എമൗണ്ടിന് നിനക്ക് എന്തെങ്കിലും നടത്താൻ പറ്റുമായിരുന്നോ? കുറച്ചു ദിവസം കഴിഞ്ഞെങ്കിൽ നീ നിന്റെ ഭാര്യയും കൂടി ആ ദൂർത്തടിച്ച് കളഞ്ഞനെ അതേ നടക്കുള്ളായിരുന്നു. ആ സമയത്ത് ഇത്ര നല്ലൊരു ഓഫർ കിട്ടിയിട്ട് അവൻ 5 ലക്ഷം രൂപ ചോദിക്കുന്നു, പോടാ നാണം കെട്ടവനെ എന്നും പറഞ്ഞിട്ട് സച്ചി അവനെ വഴക്ക് പറയുന്നുണ്ട്. ശ്രുതി പറയണ, ഒന്നും മിണ്ടായിരിക്കും ശ്രുതി, നിനക്കെന്താ നാണമില്ലേ എന്നും പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് അകത്ത് കയറി പോകുന്നുണ്ട്. ചന്ദ്രയ്ക്കാണെങ്കിലോ ഇതൊന്നും പിടിക്കുന്നില്ല കേട്ടോ. സ്വന്തം മകനാണ് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് പോലും അവക്ക് യാതൊരു സന്തോഷമില്ലാതെ അവൾ അകത്തേക്ക് കയറിപ്പോവാണ്. അപ്പോഴേക്ക് രേവതി ചോദിക്കാണ്, അല്ല ഈ കാശുകൊണ്ട് എന്ത് ചെയ്യാനാ പോന്നേ? അതൊക്കെയുണ്ട്, നമുക്കേ ഒരു ബെഡ്റൂം ഇപ്പൊ ഇല്ലല്ലോ, അത് സെറ്റാക്കാം. നീയല്ലേ എല്ലാവരും മുമ്പിൽ ശബ്ദം ചെയ്തത് നമുക്ക് മുകളിലൊരു മുറി പണിയെന്ന്, എത്രയും പെട്ടെന്ന് നമുക്ക് അതിന്റെ പണി തുടങ്ങാമെന്ന് പറയുമ്പം രവീന്ദ്രൻ പറയാണ്, അതേ മോളെ, നിന്റെ ആ നാക്കിന്റെ ഫലമായത്. മോളെന്ന് പറഞ്ഞില്ലേ എന്നെ സച്ചേട്ടനത് ചെയ്യുന്ന, അതുകൊണ്ടാ ദൈവം അനുഗ്രഹിച്ച് ഇങ്ങനൊരു അവസരം കിട്ടിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് സച്ചിയും രേവതിയും കൂടിയിട്ട് ആ ഒരു മുറിക്കുള്ള പ്ലാനിങ് ഒക്കെ ആരംഭിക്കുന്നുണ്ട് കേട്ടോ.